നമുക്ക് പട്ടാമ്പിയിലെ നിയമപാലകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. നൂറ്റി 11ാമത് പട്ടാമ്പി നീർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പട്ടാമ്പിയിലാട്ടോ. പട്ടാമ്പി നീർച്ചയുടെ അതിമനോഹരമായ കാഴ്ചകളും നമ്മൾ ഈ വീഡിയോ കൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുന്നേ പട്ടാമ്പി നീർച്ചയുടെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് കുറെ നീർച്ചയുടെ ഭാഗമായിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ തമ്പനയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പട്ടാമ്പി നീർച്ചയിൽ സംഭവിച്ചത് എന്നുള്ളതാണ് അന്ന്. അതേപോലെ ആകാതെ മനോഹരമായ കാഴ്ചകളോട് കൂടിയിട്ട് നമ്മുടെ പട്ടാമ്പി നീർച്ചയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, കച്ചറകളൊന്നും ഇല്ലാണ്ട് മനോഹരമായ രീതിയിൽ തന്നെ പട്ടാമ്പി നീർച്ച നടക്കട്ടെ. ഇന്ന് ഏകദേശം സമയം 5 മണി ആകാറായി. 5 മണിക്കാണ് നമ്മുടെ പട്ടാമ്പി നീർച്ചയുടെ വരവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം അരമണിക്കൂറോട് കൂടിയിട്ടുള്ള ഘോഷയാത്ര വരവുകൾ തുടങ്ങുകയായി. മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഒപ്പിയെടുക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടിയും ചെയ്യാം.
മികച്ച ഗജവീരനായ കിരൺ നാരായണൻകുട്ടി എന്ന മികച്ച ഗജവീരനെ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും മികച്ച കലാകാരന്മാരെയും മികച്ച 10 മണി സമയത്തിനുള്ളിൽ പട്ടാമ്പി മേലെ പട്ടാമ്പി ഭാഗത്ത് നിന്ന് ഘോഷയാത്രയായി ഇതേ താഴെ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ എല്ലാ ആനകളും അണിനിരക്കാൻ പോവാണ്. ഇക്കൊല്ലം വളരെ മനോഹരമായിട്ട് ഒരു അലമ്പില്ലാണ്ട് ഒരു കച്ചറിയില്ലാണ്ട് വളരെ ഡീസന്റ് ആയിട്ട് എല്ലാ ഘോഷയാത്രയും താഴെ പട്ടാമ്പി സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് എത്താണ്ട് ബാക്കില് ഏകദേശം 4-5 ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെയല്ല, ആനകൾ വളരെ കുറവാണ്. എങ്ങനെയാലും നമുക്ക് പട്ടാമ്പിയിലെ നിയമപാലകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. കാരണം എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം പ്രശ്നമുണ്ടാക്കിയ 2 ടീമിനെ ഇപ്രാവശ്യം നീർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് അറിവ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മറ്റുള്ള ടീമുകളൊക്കെ ഇന്ന് ഈ നീർച്ചയ്ക്ക് ഇറങ്ങിയ ടീമുകളൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ട് അവരെ ഘോഷയാത്ര മേലെ പട്ടാമ്പി താഴെ പട്ടാമ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4-5 ടീമുകൾ ഇനി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകളും എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പട്ടാമ്പി ഇതേ സ്റ്റാൻഡിൽ ഒരറ്റം മുതൽ ഒരറ്റം വരെ നിരനിരന്ന് നിൽക്കും. എവിടെയോ എന്തോ തകരാറ് പോലെ അല്ലേ? കുറച്ചേറെ ആൾക്കാർ പരക്കം പോയിട്ടോ, തരംഗങ്ങളൊക്കെ പോയില്ല. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോ സ്റ്റാൻഡിലെത്തിയപ്പോ ഒരു ഓട്ടം കഴിഞ്ഞു. ഇത് ഇപ്പൊ അവിടുന്ന് ആ ഒരു ആളിനെ തിരിച്ചു വിടുന്നു. എന്താ സംഭവം? അപ്പൊ ആൾക്കാർ തലങ്ങും വിലങ്ങും പരക്കം പോയുണ്ട്. സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങി ഒന്ന് നോക്കണം എന്താണ് സംഭവം എന്ന് ഒരു കൊടുത്തില്ല. എങ്ങനെയായാലും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഭയങ്കര പ്രശ്നം കേട്ടോ. ഈ ആന ആൾക്കാരിറക്കി പാപ്പ ആൾക്കാരിറക്കി പാപ്പ മേലെ കയറി. ഈ ആനയാണ് ആൾക്കാരെ ഇറക്കിയോ? പക്ഷെ അതിന്റെ ഒരു ആന അവിടെ കയറ്റിണ്ട് കേട്ടോ. ആ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറ്റിണ്ടേ. ഒരാന സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറ്റി അങ്ങോട്ട് തിരിഞ്ഞെക്കണ്ടേ? പിന്നെ അടിക്കണ്ടോ?
എല്ലാവരും നിർത്തണം. ഏ ആന അവിടെ അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതെ അല്ല ഒരു ആന നിൽക്കോ അവിടെ സ്റ്റാൻഡ് കയറ്റിയിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ആനതാ, അതിന് തൊട്ടപ്പുറത്ത് ആന അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതെ ഇക്കൊല്ലത്തെ മനോഹരമായ നേർച്ച ഒരു ചെറിയ വീഡിയോ കൂടെ നിങ്ങളെ എല്ലാവരും കാണിക്കാൻ പറ്റിയെന്ന് തന്നെ വിശ്വാസത്തോടെ നമ്മളെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും